ഹായ് ഹലോ എല്ലാ പ്രേക്ഷകർക്കും ഹെൽത്ത് ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ കാലത്ത് ഒട്ടുമിക്ക ആളുകളെയും അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഉറക്കമില്ലായ്മ. തെറ്റായ ശീലങ്ങളും ജീവിതശൈലിയും ഒക്കെ ഇതിന്റെ കാരണം തന്നെയാണ്. ശരിയായ ഉറക്കം ലഭിച്ചില്ല എങ്കിൽ ശരീരത്തെ അത് ദോഷകരമായി ബാധിക്കും എന്ന് മാത്രമല്ല, നിരവധി രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യതയും ഒക്കെയുണ്ട്. കിടന്നാലും പെട്ടെന്ന് ഉറങ്ങാൻ സാധിക്കാതെ വരുന്നത് മിക്കവരുടെയും പ്രശ്നമാണ്. ഇത്തരക്കാർക്ക് അക്യുപ്രഷർ മാർഗം സ്വീകരിക്കാവുന്നതാണ്. നമ്മുടെ ശരീരത്തിൽ ചില പ്രഷർ പോയിന്റുകൾ ഉണ്ട്. അവിടെ സമ്മർദ്ദം ചെലുത്തുന്നതിലൂടെ പെട്ടെന്ന് ഉറങ്ങാൻ സാധിക്കും. ചെവിക്ക് പിന്നിലെ പ്രഷർ പോയിന്റ്, നമ്മുടെ ചെവിക്ക് പിൻഭാഗത്തായി കുറച്ച് സമയം അമർത്തിയാൽ പെട്ടെന്ന് ഉറങ്ങാൻ കഴിയും. ചെവിയുടെ തൊട്ട് പിന്നിൽ ഇയർ ലോബിന്റെ ഭാഗത്താണ് അമർത്തേണ്ടത്. അതായത് ഈ ഒരു ഭാഗത്തായിട്ട് അല്പനേരം ഇവിടെ അമർത്തിയാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഉറങ്ങാൻ സാധിക്കും. ഈ പോയിന്റിന്റെ അനീമിയ പോയിന്റ് എന്നാണ് ഈ ഒരു പോയിന്റിനെ പറയുന്നത്. ഏകദേശം ഒരു 10 മുതൽ 20 തവണ അമർത്തിയാൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഉറക്കം ലഭിക്കും. അതുപോലെ നമ്മുടെ 2 പുരുകങ്ങളുടെ ഇടയിലുമായിട്ട് അമർത്തുക. ഉറക്കമില്ലായ്മയുടെ കാരണം പലർക്കും പലതാണ്. സമ്മർദ്ദം, ഉയർന്ന രക്തസമ്മർദ്ദം ഒക്കെ ഇതിന് കാരണമാണ്. അത്തരമൊരു സാഹചര്യത്തിൽ വേഗത്തിൽ ഉറങ്ങാൻ 2 പുരുകങ്ങൾക്കിടയിലുമായി കുറച്ചു നേരം നിങ്ങൾക്ക് സമ്മർദ്ദം ചെലുത്തിയാൽ അതിലൂടെ സാധിക്കും. അതിലൂടെ നമുക്ക് പെട്ടെന്ന് ഉറക്കം കിട്ടും. അതുപോലെ തന്നെ കഴുത്തിലെ പ്രഷർ പോയിന്റ്, കഴുത്തിന്റെ ചില ഭാഗങ്ങളിൽ സമ്മർദ്ദം ചെലുത്തുമ്പോൾ നമുക്ക് നല്ല ഒരു റിലാക്സേഷൻ ആണ് അതിലൂടെ കിട്ടുന്നത്. അതോടൊപ്പം തന്നെ നല്ല ഉറക്കവും കിട്ടും. നമ്മുടെ തലയോട്ടിക്ക് തൊട്ടു താഴെ കഴുത്തിന്റെ പിൻവശത്തായാണ് ഇത്തരത്തിൽ മസാജ് ചെയ്യേണ്ടത്. തള്ളവിരലിന്റെ സഹായത്തോടു കൂടി അല്പനേരം ഈ ഭാഗത്ത് അമർത്തിയാൽ ശരീരത്തിന് നല്ല വിശ്രമം അനുഭവപ്പെടുകയും അതുപോലെ തന്നെ വേഗത്തിൽ നിങ്ങൾക്ക് ഉറക്കം വരികയും ചെയ്യും. കൈപ്പത്തിയിലെ പ്രഷർ പോയിന്റുകൾ, നമ്മുടെ അക്യുപ്രഷർ പ്രകാരം കൈപ്പത്തിയിലെ ചില ഭാഗങ്ങളിൽ സമ്മർദ്ദം നൽകിയാൽ ശരീരം ഒരു വിശ്രമാവസ്ഥയിൽ ആകും. അതുപോലെ പെട്ടെന്ന് ഉറങ്ങാനായി നിങ്ങളുടെ 2 വിരലുകൾ ഉപയോഗിച്ച് കൈത്തണ്ടയിൽ നേരിയ മർദ്ദം പ്രയോഗിക്കുക. ഇവിടെ വിരലുകൾ കൊണ്ട് അമർത്തുന്നത് വേഗത്തിൽ ഉറങ്ങാൻ നിങ്ങളെ സഹായിക്കും. ഒഴിവാക്കേണ്ടത് ഇക്കാര്യങ്ങളൊക്കെയാണ്. എന്തൊക്കെ? പകൽ സമയം ജോലിയൊക്കെ ചെയ്ത് ക്ഷീണിച്ച ഒരു ശരീരത്തിന് നല്ല ഒരു രാത്രി ഉറക്കം എന്നത് വളരെ അത്യാവശ്യമാണ്. ശരീരത്തിന് ഊർജം വേണമെങ്കിൽ നല്ല ഉറക്കം വേണം. സുഖമായി ഉറങ്ങുക എന്നത് ഒരു അനുഗ്രഹം തന്നെയാണ്. ഒന്ന് കണ്ണടയ്ക്കാൻ സാധിക്കാതെ നേരം വെളുപ്പിക്കുന്നവരോട് ചോദിച്ചാൽ ഈ മറുപടിയാണ് അവർ നൽകുന്നത്. അത് നന്നായിട്ടൊന്ന് ഉറങ്ങിയാൽ നമ്മുടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാം. പക്ഷേ നിങ്ങൾ പിന്തുടരുന്ന ചില ശീലങ്ങളുണ്ട്, അത് മാറ്റിയേ മതിയാകൂ. നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ഉറക്കം ഒന്നിലധികം തവണ തടസ്സപ്പെട്ടാൽ നിങ്ങളുടെ ശീലങ്ങൾ തന്നെയാണ് വില്ലൻ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. മോശം ശീലങ്ങൾ കാരണം രാത്രിയിൽ ഉറക്കം പൂർണ്ണമാകില്ല. അതിനാൽ അടുത്ത ദിവസം അയാളെ സംബന്ധിച്ച് ക്ഷീണം നിറഞ്ഞ ഒരു ദിവസവും ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരു ദിവസവും ഒക്കെയായിട്ട് അത് മാറും. അത്തരം സാഹചര്യങ്ങളിൽ ഉറക്കം വരാനായി ചില ആളുകൾ മരുന്നുകളൊക്കെ കഴിക്കും. എന്നാൽ അത് നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യുകയാണ് ചെയ്യുക. മതിയായ ഉറക്കം ലഭിക്കാൻ വിദഗ്ധർ നൽകുന്ന ചില നുറുങ്ങു വിദ്യകളുണ്ട്. അക്യുപ്രഷർ പോയിന്റുകൾക്ക് പുറമെ ചില ശീലങ്ങൾ മാറ്റിയാൽ നമ്മൾക്ക് ഈ ഒരു ഉറക്കമില്ലായ്മ മാറ്റാൻ സാധിക്കും. എങ്ങനെ? കിടക്കുന്നതിന് മുൻപ് ഫോൺ നോക്കുന്നത് ഒഴിവാക്കുക. ജോലിയൊക്കെ ചെയ്ത് ക്ഷീണിച്ച് ദിവസത്തിന് ശേഷം നമ്മൾ വിശ്രമിക്കാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗം നമ്മുടെ ഫോണിൽ ഒരു സിനിമ കാണുകയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കുറച്ച് സമയം ചെലവഴിക്കുകയാണെന്നാണ് മിക്ക ആളുകളും വിശ്വസിക്കുന്നത്. പക്ഷേ അതൊരു ശരിയായ കാര്യമേ അല്ല. നമ്മുടെ ഫോണിൽ നിന്നുള്ള തിളക്കമുള്ള ആ ഒരു പ്രകാശം അല്ലെങ്കിൽ ആ ഒരു ലൈറ്റിൻ്റെ റേസ് ഉറക്ക ഹോർമോണുകളുടെ സ്രവത്തെ തടസ്സപ്പെടുകയാണ് സത്യത്തിൽ ചെയ്യുന്നത്. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ സ്ക്രീനിൽ നിന്ന് അകന്നു നിൽക്കുന്നത് മെലറ്റോണിൻ ഹോർമോൺ സ്രവിക്കാൻ സഹായിക്കുന്നു. അടുത്തത്, രാത്രിയിൽ കനത്ത ഭക്ഷണം കഴിക്കുന്നത്. രാത്രിയിൽ എപ്പോഴും ലഘുഭക്ഷണം കഴിക്കുന്നതാണ് നല്ലത്. ഇതിങ്ങനെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. എന്നാൽ ഞാൻ വീണ്ടും ഒന്നും കൂടെ നിങ്ങളുടെ ഓർമ്മയിലേക്കായി ഓർമ്മപ്പെടുത്തുകയാണ്. അമിതമായോ കനത്ത ഭക്ഷണം കഴിക്കുന്നതോ നിങ്ങളുടെ ഉറക്കത്തെ തീർച്ചയായും തടസ്സപ്പെടുത്തിയേക്കാം. കാലോറി കൂടുതലുള്ളതും അതുപോലെ തന്നെ ഭാരമേറിയതും കൊഴുപ്പുള്ളതുമായ ഭക്ഷണം ദഹിക്കാൻ സമയമെടുക്കും. അത് നിങ്ങൾക്ക് നേരിട്ട് ഉറങ്ങാൻ പോകുമ്പോൾ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാക്കും. രാത്രി വൈകിയുള്ള ഭക്ഷണം ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ല ഉറക്കത്തിന് നല്ലത്. അതുപോലെ തന്നെ ചായ, കാപ്പി, മദ്യം നിങ്ങളുടെ ഉറക്കത്തെ ഇവയെല്ലാം തടസ്സപ്പെടുത്തുന്നതാണ്. രാത്രി കഫീൻ ഏത് രൂപത്തിൽ അകത്ത് ചെന്നാലും അത് നിങ്ങളുടെ ഉറക്കത്തെ തടസ്സപ്പെടുത്തും. അടുത്തത്, പുസ്തകം വായന. വായന നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുന്നതും തന്നെയാണ്. ഉറക്കത്തിന് മുൻപ് നിങ്ങളുടെ പ്രിയപ്പെട്ട പുസ്തകം നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. അതായത് നമ്മളുടെ ഫോണുകളൊക്കെ നീക്കി വെച്ച് നിങ്ങൾ പുസ്തകങ്ങൾ വായിച്ചോളൂ.
അടുത്തത്, ഉറങ്ങുന്നതിന് മുൻപ് നല്ല ഒരു കുളി പാസ്സാക്കുക. ഉറങ്ങുന്നതിന് മുൻപ് കുളിക്കാൻ വിദഗ്ധർ ശുപാർശ ചെയ്യുന്നുണ്ട്. ഇത് ആളുകളെ വേഗത്തിൽ ഉറങ്ങാൻ സഹായിക്കും, ഉറക്കത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ചൂടുള്ള എന്തെങ്കിലും കുടിക്കുക. കിടക്കുന്നതിന് മുൻപ് മഞ്ഞൾ പാൽ കുടിക്കുന്നത് നമ്മുടെ തലച്ചോറിനും അതുപോലെ തന്നെ നമ്മളുടെ കുടലിനുമെല്ലാം നല്ലതാണ്. അതുപോലെ ശ്വാസോച്ഛ്വാസത്തിൽ ശ്രദ്ധിക്കുക, നമ്മളുടെ ശ്വസനത്തിൽ ശ്രദ്ധിക്കുക. വിദഗ്ധരും യോഗ വിദഗ്ധരുമെല്ലാം ആത്മീയ ഗുരുക്കളുമെല്ലാം ഉറങ്ങുന്നതിന് മുൻപ് ശ്വസന വ്യായാമങ്ങളുടെ പ്രാധാന്യത്തെപ്പറ്റി പറയുന്നുണ്ട്. ഉറങ്ങുന്നതിന് മുൻപ് നാഡി ശോധൻ പോലെയുള്ള പ്രാണായാമങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ മനസ്സിന് വളരെ ആശ്വാസം പകരുന്നതോടൊപ്പം നല്ല ഉറക്കത്തിനൊക്കെ നിങ്ങളെ സഹായിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു ടിപ്പ് എന്തായാലും ഇപ്പോൾ നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു 100-ൽ ഒരു 70% ആളുകളും കഷ്ടപ്പെടുന്ന ഒന്ന് തന്നെയായിരിക്കും നന്നായി ഉറങ്ങുക എന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ആദ്യം പറഞ്ഞ കുറേ നമ്മളുടെ അക്യുപ്രഷർ പോയിൻറ്റ്സുകളുടെ ആ ഒരു ടിപ്പും അതുപോലെ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞ കുഞ്ഞു കുഞ്ഞു ടിപ്പും ഒക്കെ നിങ്ങൾ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. തീർച്ചയായും ഇത് നിങ്ങൾക്ക് ഗുണം ചെയ്യും എന്നത് ഉറപ്പ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഇത് നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. എല്ലാവരും ഹാപ്പിയായും സേഫായും ഇരിക്കുക. ഇതുപോലെയുള്ള മറ്റ് ഹെൽത്ത് ടിപ്സുകളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അതിനായി എന്ത് ചെയ്യണം? ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും.